ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗിലാ മോൺസ്റ്റർ എന്ന പല്ലിയെ പറ്റിയാണ്. ഗിലാ മോൺസ്റ്റർ അമേരിക്കയിലെ മരുഭൂമികളിൽ കാണപ്പെടുന്ന തടിച്ച് ഉരുണ്ട വാലുള്ള വിഷമുള്ള ഒരിനം പല്ലിയാണ്. ഇവയുടെ ശാസ്ത്രനാമം എലോഡെർമ സസ്പെക്ടം എന്നാണ്. ഇവയുടെ വാലിൽ നിറയെ കൊഴുപ്പ് രൂപത്തിൽ ശേഖരിക്കപ്പെട്ട ഭക്ഷണമാണ്. ഗിലാ മോൺസ്റ്റർ ഒരു വിഷമുള്ള പല്ലിയാണ്. ഇത് ലോകത്തിൽ കാണപ്പെടുന്ന കുറച്ച് വിഷമുള്ള പല്ലികളിൽ ഒന്നാണ്. ഇത് വടക്കേ അമേരിക്കയിലെ മരുഭൂമികളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ അരിസോണ, മെക്സിക്കോ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആണ് കാണപ്പെടുന്നത്. ഗിലാ മോൺസ്റ്റർ മരുഭൂമി, പാറമുകളുകൾ, വരണ്ട കാടുകൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ ഭൂമിക്കടിയിൽ ഉള്ളത് തുരങ്കങ്ങളിലും പാറക്കുഴികളിലും താമസിക്കുന്നു. പകൽ ചൂട് കൂടുതലായതിനാൽ ഇവ രാത്രികാല ജീവികളാണ്. ഗിലാ മോൺസ്റ്റർ മാംസഭോജികളാണ്. ഇവ ചെറുമൃഗങ്ങൾ, പക്ഷിമുട്ടകൾ, കുഞ്ഞു പക്ഷികൾ, ചെറുപല്ലികൾ, ഉറുമ്പുകൾ, പാമ്പുട്ടകൾ മുതലായവയാണ് ഭക്ഷണം. ഇവയ്ക്ക് വലിയ വായും ശക്തമായ പല്ലുകളും ഉള്ളതിനാൽ ഇരയെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്നു. ഗിലാ മോൺസ്റ്റർ വിഷമുള്ള പല്ലികളിൽ ഒന്നായതിനാൽ അവയുടെ വിഷം അവ താഴത്തെ പല്ലുകളിലെ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ കടിക്കുമ്പോൾ വിഷം വായിലൂടെ മുറിവിൽ ചേർക്കുന്നു. പക്ഷേ മനുഷ്യർക്ക് അവയുടെ വിഷം മാരകമല്ല. സാധാരണ ഇവ ആക്രമണപരമല്ല. സ്വയം സംരക്ഷണത്തിനാണ് വിഷം ഉപയോഗിക്കുന്നത്. ഗിലാ മോൺസ്റ്റർ മുട്ടയിടുന്ന ജീവിയാണ്. പെൺപല്ലി ഭൂമിയിൽ കുഴി കുഴിച്ച് 3 മുതൽ 13 മുട്ടകൾ വരെ ഇടാറുണ്ട്. മുട്ടകൾ ചൂടുള്ള മണലിൽ അടിയിൽ ഏകദേശം 4 മാസത്തോളം വെച്ച് വെയിലിൽ കാച്ചി പൊട്ടിക്കുഞ്ഞുങ്ങളായി മാറുന്നു. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നു. ഗിലാ മോൺസ്റ്റർ വളരെ വേഗം വളരുന്നില്ല. പൂർണ്ണ വളർച്ചയെത്താൻ 3 തൊട്ട് 5 വർഷം വരെ എടുക്കാറുണ്ട്. ഇവ വളരെ മന്ദഗതിയിലുള്ള ജീവികളാണ്. ദിവസത്തിൻ്റെ ഭൂരിഭാഗവും തുരങ്കത്തിനുള്ളിൽ വിശ്രമിച്ചുകൊണ്ടാണ് ചെലവഴിക്കുന്നത്. വേനലിൽ ചൂട് കൂടുതലാകുമ്പോൾ നിദ്രാവസ്ഥയിൽ കഴിയാറുണ്ട്. ഇവയുടെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കുന്ന ഭാഗമുണ്ട്. അതിലൂടെ ദീർഘകാലം ഭക്ഷണം ഇല്ലാതെയും ജീവിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.